സത്യം പറ, എന്താ നിങ്ങൾ തമ്മിലുള്ള ബന്ധം? അവളുടെ വരവിന്റെ ഉദ്ദേശം എന്താ? ആരുടെ വരവ്? ആര് തമ്മിലുള്ള ബന്ധം? അവൾ തന്നെ, ആ ഡോക്ടർ ഗംഗ. ഈ വരവും ചോദ്യമൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വലിയ കാര്യമാണെന്ന്. എനിക്കറിയണം ആരാ അവള്. അത് പിന്നെ ഈ തെരുവിൽ നിന്നും വന്നവനാണല്ലോ ഈ ഞാൻ. എനിക്ക് പലരുമായിട്ടും ബന്ധം കാണും, വളരെ ഗാഢമായ ബന്ധം കാണും. അതൊന്നും മാഡത്തോട് ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. മാത്രമല്ല പറയേണ്ട കാര്യമില്ലല്ലോ. ഈ മാരേജ് കോൺട്രാക്ട് കഴിഞ്ഞാൽ തിരിച്ചു പോകേണ്ടവനാണ് ഞാൻ. എന്റെ അവിഹിത ബന്ധങ്ങളെ കുറിച്ച് ചേച്ചി അന്വേഷിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ചോദിക്കാൻ നീ എന്റെ ആര്? എനിക്ക് പല അവളുമാരുമായിട്ട് ബന്ധം കാണും. ഏതായാലും ഇനിയൊട്ടും വൈകിക്കണ്ട. വരുന്ന വൈശാഖ പൗർണമി നാളിൽ ഭാനുവിനെ കൊട്ടാരം വൈദ്യനായി വാഴിക്കണം. കൊട്ടാരത്തിലെ ആള് പോയി അനുവാദം വാങ്ങണം. അശ്വിനി ദേവതകളെയും അഗസ്തീശ്വരനെയും പ്രീതിപ്പെടുത്താനുള്ള പൂജകൾ തുടങ്ങാൻ ഭാനുവിനോട് പറയുക. ചെയ്യാം മോളെ, ആ നിലവറയുടെ താക്കോലെടുത്ത് തിരുമുഖത്തെ ഏൽപ്പിക്ക. അത് പിന്നെ ഇപ്പൊ തന്നെ വേണോ അച്ഛാ? വേണം. ഇനി അധികം കാത്തിരിക്കാൻ വയ്യ. എന്താ മോക്കിപ്പോ അങ്ങനെ തോന്നാൻ? അല്ല, അത് പിന്നെ കുറച്ചുകൂടി കാര്യങ്ങൾ ഗ്രഹിക്കാൻ സമയം കൊടുത്തിട്ട്. എല്ലാം പഠിക്കാൻ ആർക്കാ മോളെ കഴിയുക? ഓരോ നിമിഷവും നാം പുതിയതോരോന്നും ഗ്രഹിച്ചുകൊണ്ടിരിക്കല്ലേ. ഒരു വിദ്യയിലും ആർക്കും അങ്ങനെ പൂർണ്ണനാവാൻ കഴിയില്ല. നിലവറ തുറന്ന് വേണ്ട പോലെ എല്ലാ ഒരുക്കങ്ങളും ചെയ്യുക. വ്രതാനുഷ്ഠാനങ്ങളെ കുറിച്ച് ഭാനൂര് പറഞ്ഞു കൊടുക്കുക. പരദേവതയുടെ അനുഗ്രഹം നേടിക്കഴിഞ്ഞാൽ വാഴിക്കച്ചടങ്ങ് ഗംഭീരാക്കണം. അത് പിന്നെ എന്നോട് പ്രത്യേകം പറയണോ? എല്ലാ ഒരുക്കങ്ങളും ചെയ്യാം. അറിയിക്കേണ്ടത് ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം. എനിക്കെന്തോ ഒരു അസ്വസ്ഥത. കണിയാരി പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഇനി അധിക ദിവസം ഞാൻ ഉണ്ടാവില്ല. അയ്യോ, അങ്ങനെയൊന്നും ആലോചിക്കണ്ട. അയാളുടെ പ്രവചനം തെറ്റായിരിക്കട്ടെ എന്ന് എന്റെ പ്രാർത്ഥന. ശിവക്കുഞ്ഞും ഭാനുവും നിത്യവും മൃത്യുഞ്ജയ ഹോമം നടത്തുന്നു. അങ്ങേക്കൊന്നും വരരുതെന്നാണ് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഒരുപാട് ജീവൻ രക്ഷിച്ച ആളല്ലേ അങ്ങ്. അത്ര പെട്ടെന്നൊന്നും അങ്ങേ അങ്ങോട്ട് വിളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്താണോ ഇത് കുട്ടികളെ പോലെ? മോളെ, മോളി ചെല്ലേ പോയി താക്കോൽ എടുത്തോണ്ട് കൊടുക്ക. എന്താടോ മോക്കിപ്പൊ ഇങ്ങനെ തോന്നാൻ? കുഴപ്പമായി വിളിച്ചു കൂടാതെ കാര്യം എന്താന്ന് വെച്ചാ പറയടാ. അയ്യോ, പെണ്ണും ചാരി മണ്ണും കൊണ്ട് പോയി. അല്ല, മണ്ണൻ ചാരി നിന്നും പെണ്ണും കൊണ്ടുപോയി. പോയില്ല. അതെ അതെ, വാഴിക്കാൻ വന്ന ഭാനുവിക്രമന കൊട്ടാരം വൈദ്യനായിട്ട്. അതുവരെയായോ കാര്യങ്ങൾ? അതെ, ഈ വരുന്ന വൈശാഖ പൗർണമിക്ക് അവനെ വാഴിക്കും. അതോടെ നമ്മൾ പുറത്താണ്. ഭഗീരഥൻ വൈദ്യനോട് നിങ്ങൾ കാര്യങ്ങൾ നേരിട്ട് പറയണം. അത് ഞങ്ങൾ എങ്ങനെ പറയും? അവൻ ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞ് എഴുന്നള്ളിച്ചോണ്ടത് ഞങ്ങൾ തന്നെ അല്ലേ? ആത്മഹത്യ അല്ലാതെ വേറെ ഒരു വഴിയും ഞങ്ങൾ കാണുന്നില്ല. വേലിയിരുന്നെടുത്ത് വെച്ചോ പറഞ്ഞാലായി. ആ വാഴിക്കൽ ചടങ്ങ് നടക്കരുത്, അത്രയല്ലേ ഉള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് തറവേല കളിക്കണം. അയ്യോ, തറവേല കളിച്ചാൽ ഞങ്ങൾ തറയിലായി. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കേ. തൊടുവർമ്മം 108, പടുവർമ്മം 18. അവന് നേരെ നമ്മൾ പടുവർമ്മം പ്രയോഗിക്കും. ഈ സുഷുമ്നാനാടിയും മെഡുല്ലാനാടിയും ചേരുന്ന സ്ഥാനത്ത് ഒബ്ലാങ്കട്ട എന്ന് പറയുന്ന ഒരു മർമ്മ സ്ഥാനമുണ്ട്. അബോധമസ്തകം എന്ന മർമ്മം അവിടെ പ്രയോഗിക്കണം. ക്ഷമിക്കണം, അതോടെ അവന്റെ ബോധം പിന്നെ ഒന്നും ഓർമ്മ കാണത്തില്ല. ഇന്നലെ സിനിമയിലെ ശോഭനെ പോലെ. അത് തന്നെ, അത് തന്നെ. വല്ല മനസ്സിലായ? എനിക്കൊന്നും മനസ്സിലായില്ല, പക്ഷെ കേട്ടിട്ട് കൊള്ളാവും. കുഴപ്പമാവൂ. പിന്നെ നിങ്ങൾക്കല്ല, ആ പ്രയോഗത്തോടെ അവൻ ഓടും. ആ ഭഗീരഥന്റെ പൊന്നാര മരുമകൻ ഭഗീരഥൻ നീറും. ആ നീറ്റിൽ എനിക്ക് കാണണം. നിങ്ങൾ വന്നേ. അങ്ങോട്ടേ ഒന്ന് പഠിച്ച അങ്ങനെ അങ്ങ് പോയാലോ? കുറെ നാളായില്ലേ നമ്മൾ നേർക്ക് നേർന്ന് കണ്ടിട്ട്. വേണ്ട, നേർക്ക് നേർന്നൊരു അംഗം ഇനി വേണ്ട. വേണമിടോ, വേണം. ഒരംഗത്തിന് തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഒരിക്കൽ എന്നെ ചതച്ച് താൻ കൊട്ടാരം വൈദ്യനായി. ഇപ്പൊ എവിടെയോ കിടന്ന് രംബോക്കെ വിളിച്ചോണ്ട് വന്ന് കൊട്ടാരം വൈദ്യനായി വാഴിക്കാൻ പോകുന്നു. നടക്കില്ലടോ, നടക്കില്ല. ഞാനത് സമ്മതിക്കില്ല. ഞങ്ങൾ സമ്മതിക്കില്ല. വെറുതെ പ്രശ്നമുണ്ടാക്കാതെ വഴിമാറി മാർത്തണ്ട. തന്നോട് സംസാരിച്ച് നിൽക്കാൻ നേരമില്ല എനിക്ക്. പിന്നെ പതിയിരുന്ന് കടിക്കുന്ന തന്റെ പഴയ അടവുണ്ടല്ലോ,
അതിനെ ആവർത്തിച്ചാൽ വെച്ചേക്കില്ല ഞാൻ. വെറുതെ വിരട്ടല്ലേ വൈദ്യരെ. ഇനി കളി ഞാൻ കളിക്കും ഈ മാർത്താടൻ. അതിനുള്ള കോപ്പ് കൂട്ടി ഞാൻ വരും. ആരെയാണോ നീ വഴി തടുക്കണേ? വേണ്ട, വെറുതെ നാറണ്ട. പോയിക്കോ. പിന്നെ തനിക്ക് അത്രയ്ക്ക് വാശിയാണെങ്കിൽ ഈ ചടങ്ങൊന്ന് കഴിച്ചോട്ടെ, നമുക്ക് കാണാം. ഈ ചടങ്ങ് നടക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും. ഈ മാർത്താടൻ പോടൂ തിരുമുഖം. എന്തൊരു നിപ്പാ മോളെ ഇത്. എത്ര ദിവസമായി നീ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട്? ഇതാ ഈ പാലെങ്കിലും അങ്ങോട്ട് കുടിക്കും മോളെ. എനിക്ക് വേണ്ട. എന്താ മോളെ ഇത്? ഈ പാലങ്ങോട്ട് കുടിക്കേ. അമ്മായി അല്ലേ പറയുന്നേ? കുടിക്കും മോളെ. മോള് കുടിക്കും. ശിവേ, ഞാൻ മടങ്ങിയാണ്. അതിനു മുമ്പ് എനിക്ക് ചിലത് പറയാനുണ്ട്. ശിവ ചോദിച്ചില്ലേ എന്താണ് ഞാനും ഭാനുവും തമ്മിലുള്ള ബന്ധമെന്ന്? അതിനു മുമ്പ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്കറിയണം. അത് പിന്നെ എനിക്കറിയാം ശിവയ്ക്കത് പറയാൻ ബുദ്ധിമുട്ടാണെന്ന്. എന്ത് ബുദ്ധിമുട്ട്? എല്ലാം ഞാൻ അറിഞ്ഞു. പേടിക്കണ്ട, ഞാൻ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല. പക്ഷേ ഇതൊരു കൈവിട്ട കളിയായി പോയി. ഞാൻ ഇവിടെ വന്നത് റിസർച്ച് ചെയ്യാനാണ്. കുറെ വിവരങ്ങൾ ശേഖരിച്ചു. ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഒന്നെനിക്ക് കഴിഞ്ഞു, ശിവയെയും ഭാനുവിനെയും ഒക്കെ മനസ്സിലാക്കാൻ. വിഷമിക്കണ്ട, ശിവ കരുതും പോലെ വെറുമൊരു നാടനല്ല ശിവയുടെ ഭർത്താവ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിനുള്ള മറുപടിയുമായി ഞാൻ വരും ഉടനെ. വരട്ടെ. ഇനിയും ഞാനിവിടെ നിന്ന പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ. അതുകൊണ്ട് എന്തായാലും ഞാൻ പോകാൻ തീരുമാനിച്ചു. ഇനി പുതിയൊരിടം, പുതിയൊരു വേഷം വേണ്ട. ഇനി എന്നെ ഒന്നും വിളിക്കണ്ട. പറയ്, ആരാ നിങ്ങൾ? പറയാൻ. നിങ്ങളുടെ രസകരമായ കളികളിൽ പെട്ടുപോയ ഒരുവള ഞാൻ. ഒരുപാട് കള്ളങ്ങൾ നിങ്ങൾ പറഞ്ഞു. ഒന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ എനിക്കറിയണം യഥാർത്ഥ ഭാനുവിക്രമന്റെ മുഖം. വെറും ഒരു എഗ്രിമെന്റിന്റെ പുറത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ ഭാര്യ ഭർത്താക്കന്മാരെ അഭിനയിച്ചവരാ നമ്മൾ. വേർപിരിയാൻ വേണ്ടിയാണെങ്കിലും എപ്പോഴും ഞാൻ നിങ്ങൾ ഇഷ്ടപ്പെട്ടു പോയി. ഇനി ഞാൻ വിടില്ല. എനിക്കറിയണം ഭാനുവിന്റെ പാസ്റ്റ്. അച്ചോടാ, ഉറങ്ങിയോ ശാന്തമ്മേ? വേണ്ട, നീ കൂടുതൽ സ്നേഹമൊന്നും കാണിക്കണ്ട. എന്താ എത്ര വൈകിയത്? അച്ഛൻ എത്ര നേരം കാത്തിരുന്നോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാന്നും പറഞ്ഞ്? നിന്നെ കളഞ്ഞിട്ട് അച്ഛൻ പോയി കിടന്നു. സോറി അമ്മ, ഇന്ന് ചെലവ് ചെയ്തേ പറ്റുള്ളൂ. ആ ശ്യാമും ദീപക്കും അതാ വൈകിയത്. നീ കഴിച്ചിട്ടുണ്ടോ? ഒന്നും കഴിച്ചില്ല, നല്ല വിശപ്പ്. വിളമ്പ് വിളമ്പ്. അതല്ല,
നീ വേറെ വല്ലതും കഴിച്ചിട്ടുണ്ടോന്ന്? ഒരു ബീർ കഴിച്ചു, ഒറ്റരെണ്ണം. അമ്മ വിളമ്പേ. കള്ളം കുടിച്ച് പാതിരാത്രി കയറി വന്ന ഇനി വിളമ്പി തരാൻ എനിക്ക് വയ്യ. കാത്തിരിക്കാൻ വേറെ ആളെ കൊണ്ടുതാ. അതല്ല, ആ ശ്യാം ഇവിടെ വന്നിരുന്ന? ആ വന്നിരുന്നു. ഓ അത് ഞാൻ പറയാൻ വിട്ടു. ഗംഗയുടെ അച്ഛൻ ഇവിടെ വന്നിരുന്നു. നിങ്ങൾ തമ്മിലുള്ള കല്യാണം ഉടനെ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. കല്യാണോ? എന്റെയാ? ഇപ്പഴാ? അതും ഗംഗയായിട്ടാ? അമ്മ എന്താ ഈ പറയുന്നത്? അവള് സമ്മതിച്ചാ? ഞങ്ങള് തമ്മിൽ അങ്ങനെ. ദേ അച്ഛൻ കേക്കണ്ട. അച്ഛൻ വാക്ക് പറഞ്ഞു പോയി. അമ്മ, ഈ പെണ്ണ് കിട്ടുക എന്നൊക്കെ പറഞ്ഞ വലിയ തലവേദനയാ. എനിക്ക് ഹയർ സ്റ്റഡീസിന് പോണം, സ്റ്റേറ്റ്സില്. എന്താ സ്റ്റേറ്റ്സിലോ? ഇവിടെ 2 മണിക്കൂർ നിന്നെ കാണാഞ്ഞിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. പിന്നെയാ ഈ വീട് വിട്ട് നിൽക്കുന്നത്. നീ അച്ഛൻ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാ മതി. ഇരിക്കെ. നീ ഹയർ സ്റ്റഡീസിന് പോകുന്നതൊക്കെ നല്ലത് തന്നെ. പക്ഷേ ഞാൻ നിനക്ക് വേണ്ടി ചില സ്ഥാപനങ്ങളൊക്കെ പഠിച്ചു തീർത്തിട്ടുണ്ട്. അതൊക്കെ ആരാ നോക്കാൻ? പിന്നൊരു കാര്യം, ഞാൻ ചിലതൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. നീ പോയി ആ ചീഫ് കെമിക്കൽ എക്സാമിനറെ ഒന്ന് കാണണം. അയാൾ നമ്മുടെ ചില പ്രോഡക്ട്സ് ഒക്കെ റിജക്ട് ചെയ്തിട്ടുണ്ട്. നിന്റെ അമ്മയുടെ കയ്യിൽ ഞാനൊരു കവർ കൊടുത്തിട്ടുണ്ട്. അത് കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കണം. മനസ്സിലായോ? അച്ഛാ, വേണ്ട, പറഞ്ഞതുപോലെ ചെയ്താൽ മതി. അങ്കിൾ, മനു ഉണ്ടോ അകത്ത്? അകത്തുണ്ട് മോളെ, ചെല്ലേ. ഹലോ, ആരാത്? ഞാൻ കാണാനിരിക്കായിരുന്നു. ഇവിടെ ഒരു ഭയങ്കര തമാശ നടക്കുന്നു. വാ പറയാം. ചായ? എനിക്ക് ചായ ഒന്നും വേണ്ട. നീ കാര്യം പറയാനുണ്ടോ? ഇവിടെ എല്ലാരും വിചാരിച്ചിരിക്കുന്നത് നമ്മളൊന്ന് ഭയങ്കര ലവ് ആണെന്ന്. നമ്മളെ പിടിച്ച് കെട്ടിപ്പിക്കാനുള്ള പരിപാടിയാ. നീ തന്നെ അമ്മയെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിപ്പിക്കണം. എന്താ കുഴപ്പം? അവർക്കിപ്പോ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കതങ്ങ് നടത്തി കൊടുക്കാം. എന്തോ മനസ്സിലായില്ല? മനസ്സിലായില്ലേ? നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ആ ആഗ്രഹം നമുക്കങ്ങ് നടത്തി കൊടുത്തേക്കാം. എന്താ ഇപ്പൊ മനസ്സിലായോ? കൊള്ളാം. എന്താ നിനക്കിഷ്ടമല്ലേ? അല്ല, മെഡിസിൻ കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് പോവുക, അതായിരുന്നു എന്റെ ആഗ്രഹം. അമ്മ, എന്റെ പ്രിയപ്പെട്ട ശാന്തമ്മ, ലോകത്തൊരമ്മയും മകനെ ഇത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടാവില്ല. അച്ഛൻ ആയുർവേദിക് മെഡിസിൻ എക്സ്പോർട്ടർ, വലിയ കർക്കശക്കാരനായിരുന്നു. പക്ഷെ ചില കാര്യങ്ങളിൽ എനിക്ക് അച്ഛനെ ധിക്കരിക്കേണ്ടി വന്നു. ഗംഗ, അവൾ എനിക്കൊരു ഫ്രണ്ടായിരുന്നു, നല്ലൊരു ഫ്രണ്ട്. പക്ഷേ അച്ഛനും അമ്മയും ഗംഗയുടെ അച്ഛനുമെല്ലാം വേറൊരു കണക്കുകൂട്ടലായിരുന്നു. വിവാഹത്തെക്കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാട് അമ്മയും അച്ഛനെയും ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞില്ല, എത്ര ശ്രമിച്ചിട്ടും. അച്ഛന്റെ എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ ഗംഗയുടെ അച്ഛനൊരു കണ്ണുണ്ടായിരുന്നു. നമ്മുടെ മരുന്നുകളിൽ കൃത്യമായ ചേരുവകളില്ലെന്ന ചീഫ് കെമിക്കൽ എക്സാമിനറുടെ കണ്ടെത്തൽ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. മെഡിസിൻ കഴിഞ്ഞ് ആതുര സേവനം ലക്ഷ്യമാക്കി എനിക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആവശ്യത്തിന് പച്ചമരുന്നുകൾ കിട്ടുന്നില്ല എന്നതായിരുന്നു അച്ഛൻ പറഞ്ഞ ന്യായം. അങ്ങനെ ഒരു സ്ഥാപനം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. അച്ഛനുമായുള്ള വിയോജിപ്പ് ഒരു വലിയ വഴക്കിൽ കലാശിച്ചു. ഞാൻ വീട് വിട്ടിറങ്ങി. യാദൃശ്ചികമായി അപ്പണ്ണ എന്ന ലാടവൈദ്യനെ കണ്ടെത്തി. പച്ചമരുന്നുകളെ കുറിച്ചുള്ള അയാളുടെ നാട്ടറിവുകൾ മനസ്സിലാക്കാനായി ഞാൻ അയാളോടൊപ്പം ചേർന്നു. മകളുടെ കല്യാണം മുടങ്ങിയ വിഷമത്തിൽ ഗംഗയുടെ അച്ഛൻ എന്നെ കണ്ടുപിടിക്കാൻ ആളെ വിട്ടു. അവരിൽ നിന്നുകൂടി രക്ഷ നേടുക, അതിനുവേണ്ടിയാണ് ഞാനിവിടെ എത്തിയത്. പക്ഷേ അത് ഇങ്ങനൊരു ദുരന്തത്തിലെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. കൊള്ളാമല്ലോ, നീ ഇവിടെ ഒന്ന് സൂചിച്ച് ജീവിക്കല്ലേ. വാ കേറ പോ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്ക് ആള് തെറ്റിയതാ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് ഞാനല്ല. അരുത് വിക്രം, അരുത്. ഞാൻ കാളൊന്നും തെറ്റിയിട്ടില്ല. ഇനി നിനക്ക് ഇവിടെ വിട്ടു പോരാനുള്ള മടിയാണെങ്കിൽ നമുക്ക് ഇവിടെ കൂടി ഞാൻ കൊണ്ടുപോയതാ. ഞാനിവിടെ വല്ലാത്തൊരവസ്ഥയിലാണ്. നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ വിക്രമ? നീ ഇല്ലാതെ ഞങ്ങൾക്ക് പോകാൻ ഒക്കൂലല്ലോ. വേണ്ട വിക്രമ, അതിസാമർത്ഥ്യം വേണ്ട. കൊല്ലാതെ കൊണ്ട് ചെല്ലണമെന്നാ പറഞ്ഞിരിക്കുന്നത്.